ജനാർദ്ദനൻ എന്ന നടനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറെ കോമഡി കഥാപാത്രങ്ങളുണ്ട്. ഒരുപക്ഷെ 90s കിഡ്സിനായാലും ഇന്നത്തെ 2K കിഡ്സ്, ജെൻസി കിഡ്സിനൊക്കെ അദ്ദേഹത്തിലെ കോമഡി വേഷങ്ങളായിരിക്കും കൂടുതൽ ഇഷ്ടമുള്ളത്. പക്ഷെ അദ്ദേഹം ഒരു കാലത്ത് വലിയ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിരുന്ന നടനായിരുന്നു. സീരിയസ് വേഷങ്ങൾ ചെയ്ത് അത് കേട്ടാണ് അദ്ദേഹം കോമഡിയിലേക്ക് വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കരിയറിൽ ഒരു മാറ്റം വരുത്തിയ ഒരു സിനിമ എന്ന് പറയുന്നത് മേലെപ്പറമ്പിൽ ആൺവീട് തന്നെയായിരിക്കും. അതിലെ മച്ചമ്പി നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. രാജസേനൻ, ജയറാം കൂട്ടുകെട്ടുകളിലെ ഭയങ്കര ഒരു ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ. ജയറാമിന്റെയും കരിയറിലെ മാറ്റം വരുത്തിയ ഒരു സിനിമയാണ്. ശരിക്കും ആ മച്ചമ്പിയായിട്ട് അന്ന് രാജസേനൻ ഉദ്ദേശിച്ചിരുന്നത് ജനാർദ്ദനെ അല്ല, അതൊരു മറ്റൊരു നടനെയായിരുന്നു. ശരിക്കും ആ കഥ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു കഥയാണ്. ഗിരീഷ് പുത്തഞ്ചേരി ഒരു കഥ എഴുതി പ്രിയദർശൻ സംവിധാനം ചെയ്യാനിരുന്നിരുന്ന ഒരു സിനിമയ്ക്കായിരുന്നു. അന്ന് പ്രിയദർശൻ അന്ന് ശ്രീനിവാസൻ നായകനാവണമെന്ന് ചർച്ചയുണ്ടായിരുന്നു. ജയറാമിന് പ്രിയദർശൻ തന്നെ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് മാറി മാറി മറിഞ്ഞു വന്ന് അവസാനം രാജസേനയിലേക്കാണ് ആ സിനിമ എത്തിയത്. രാജസേന അന്ന് ജയറാമിനെ വെച്ചിട്ട് 2 ഹിറ്റുകൾ, കടിഞ്ഞൂൺ കല്യാണവും അതുപോലെ തന്നെ അയലത്ത് അദ്ദേഹം കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയാണ് രാജസേനൻ വരുന്നത്. രാജസേന ആ സ്ക്രിപ്റ്റ് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഒരു കഥ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി രഘുനാഥ് പലേരി കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിച്ച് അന്ന് ഇവരുടെ മനസ്സിൽ മച്ചമ്പി ആയിട്ട് അന്നുണ്ടായിരുന്നത് ഇന്നസെന്റ് ആയിരുന്നു. നമ്മൾ ഇന്ന് കാണുമ്പോൾ ആ ഒരു ക്യാരക്ടർ കണ്ടാൽ അന്ന് ഇന്നസെന്റ് ആണ് അത്തരം വേഷങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവരെല്ലാം ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തു, മറ്റെല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാം ഫിക്സ് ആയി നിൽക്കുന്ന ഒരു സമയത്താണ് ഇന്നസെന്റ് വിളിച്ചിട്ട് രാജസേന്റെ അടുത്ത് പറയുന്നത്, എനിക്ക് അഭിനയിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്ന ഒരു സിനിമയിലേക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട്, അതിന്റെ ടൈറ്റിൽ റോളാണ്. പക്ഷെ രാജസേന തന്നിരിക്കുന്ന അതേ ഒരു ഡേറ്റ്സ് തന്നെയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ രാജസേനൻ പറഞ്ഞു, ചേട്ടൻ അത് ചെയ്തോളൂ, കാരണം അത് കുറച്ചുകൂടി വലിയ വേഷമാണല്ലോ. അങ്ങനെ രാജസേനൻ ഇന്നസെന്റ് അടുത്ത് പറഞ്ഞു. ഇന്നസെന്റ് ആ സിനിമയിൽ നിന്ന് മാറി കുറെ താങ്ക്സ് ഒക്കെ പറഞ്ഞു ഡയറക്ടർ രാജസേനന്റെ അടുത്ത്. ഇത് കഴിഞ്ഞ് മറ്റാര് എന്ന് ആലോചിച്ചപ്പോഴാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഒരു ട്രെയിൻ യാത്രയിൽ ജനാർദ്ദനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ജനാർദ്ദനന്റെ ഒരു സൗഹൃദമൊക്കെ പുതുക്കിയപ്പോൾ ജനാർദ്ദനൻ പറഞ്ഞു, നിങ്ങളെ എന്നെ ഒന്നും അഭിനയിക്കാൻ വിളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ രാജസേനൻ പറഞ്ഞു, എന്റെ കോമഡി സിനിമകളാണ്, ചേട്ടൻ അഭിനയിക്കുന്നത് കൂടുതൽ സീരിയസ് അല്ലേ എന്ന് വെച്ചാൽ പറഞ്ഞു, അല്ല ഞാൻ കോമഡിയും ചെയ്യും, നിങ്ങളെ അങ്ങനെ നല്ലൊരു വേഷം താ എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ജനാർദ്ദന്റെ മുഖം വന്നു. ഇത് പ്രൊഡ്യൂസറോടും രഘുനാഥ് പല്ലേരിയോടും ഒക്കെ പറഞ്ഞു. അവസാനം എല്ലാവരും കൺവിൻസ് ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് ജനാർദ്ദൻ ആ ഒരു വേഷത്തിലൂടെ എത്തിയത്. അപ്പൊ അന്ന് ഇന്നസെന്റിന്റെ തിരക്കായതുകൊണ്ട് പകരം ജനാർദ്ദനം വന്നു. ജനാർദ്ദനം ഗംഭീരമായിട്ട് ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ജനാർദ്ദന്റെ വേറൊരു യാത്ര തന്നെയായിരുന്നു. അദ്ദേഹം നമുക്കറിയാം, മാനാർമത്തായി ആയാലും രാജസേന തന്നെ അനിയം ബാവ ചേട്ടൻ ബാവയും ആദിത്യ കൺമണിയൊക്കെ കുറെ സിനിമകൾ അദ്ദേഹം നല്ല നല്ല കോമഡി റോൾസ് ചെയ്തു. അപ്പൊ എന്തായാലും ജനാർദ്ദന നടന്റെ ആ ഒരു കരിയർ മാറാൻ മനഃപൂർവ്വം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഇന്നസെന്റ് ഒരു കാരണം തന്നെയായിട്ടുണ്ട്. എന്നാലും ഇന്നസെന്റ് ആയിരുന്നെങ്കിൽ ആ ഒരു മച്ചമ്പിയുടെ വേഷം വേറൊരു തരത്തിലാവുമായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് ഇന്നസെന്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവുമായിരുന്നു, അതോ ജനാർദ്ദനൻ തന്നെയാണോ അതിന് ആപ്റ്റ് ആയിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കമന്റ് ചെയ്യുക.